കൃഷ്ണപിള്ളയുടെ ആഭരണങ്ങളാണ് മോഷണം പോയിരിക്കുന്നത്. അയാളാകട്ടെ ആഭരണത്തിനും പുറത്തു നിൽക്കുന്ന പുറത്തേക്ക് വന്ന നായർ കൃഷ്ണപിള്ളയെ സത്യം മുഴുവൻ അറിയിച്ചു. എന്നിട്ട് ഒടുവിൽ ഏർപ്പാട് തീർക്കാൻ എന്താ വേണ്ടതെന്ന് പിള്ളയോട് ചോദിച്ചു. ഞാൻ എന്താ പറയാ, എല്ലാം നിങ്ങൾ തന്നെ നിശ്ചയിച്ചാൽ മതി. എങ്ങനെയോ നിങ്ങളുടെ പണ്ടങ്ങൾ കൈവശം പോയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് പകരം പണ്ടം പണിയിച്ച് തരികയോ വില തരികയോ ചെയ്യാം. അതല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. എൻ്റെ പണ്ടങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി പണ്ടം വേണ്ട, അതിൻ്റെ വില തന്നാൽ മതി. ആട്ടെ, എന്ത് വില വേണം? എൻ്റെ പണ്ടം 2000 രൂപയ്ക്കുണ്ട്. നിങ്ങൾ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണല്ലോ. അതിനാൽ ഞാൻ മര്യാദയോടൊന്നും പറയുന്നില്ല. ആ തുക തന്നാൽ മതി. ശരി, 2000 രൂപ തന്നേക്കാം. എന്നാൽ തൽക്കാലം മുഴുവൻ തരുന്നതിന് എൻ്റെ കയ്യിൽ പണമില്ല. അതിനാൽ നിങ്ങൾ കൊണ്ടുവന്ന തുകയിൽ നിന്നും 1000 രൂപ റൊക്കം ഞാൻ തരാം. 1000 രൂപയ്ക്ക് തൽക്കാലം ഞാനൊരു പ്രമാണം എഴുതി തരാം. അങ്ങനെ ആവട്ടെ, ബാക്കി തുകയ്ക്കുള്ള പ്രമാണമൊന്നും വേണ്ട, തരാമെന്നുള്ള നിങ്ങളുടെ വാക്ക് മതി. പക്ഷേ പണത്തിന്റെ കാര്യത്തിൽ കണിശക്കാരനായ നായർ പിള്ളയുടെ മറുപടിക്ക് അനുകൂലിച്ചില്ല. അയാൾ പറഞ്ഞു, അതുപോരാ, മനുഷ്യവസ്തുതയ്ക്ക് പ്രമാണം ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. നായർ പിള്ളയ്ക്ക് 1000 രൂപ റൊക്കം കൊടുക്കുകയും ബാക്കി 1000 രൂപയ്ക്ക് 30 ദിവസത്തിനുള്ളിൽ തിരികെ വാങ്ങിക്കൊള്ളാമെന്നുള്ള കരാറിൽ ഒപ്പിടിപ്പിച്ച് പ്രമാണം നൽകുകയും ചെയ്തു. അത് വാങ്ങി പടിയിറങ്ങുന്ന പള്ളിയോട് നായർ കൂടി പറഞ്ഞു, പിള്ളയെ, ദയവായി നിങ്ങൾ ഈ സംഗതി ആരോടും പറയരുത്. പണം പോകുന്നതിലല്ല, വല്ലവരൊക്കെ പരിഹസിക്കുന്നത് കേൾക്കുമ്പോൾ കാര്യം വലിയ സങ്കടമാണ്. താൻ പറഞ്ഞ കാര്യം ഒരിക്കലും മറ്റുള്ളവർ അറിയില്ലെന്ന് വാക്ക് നൽകി കൃഷ്ണപിള്ള പോയപ്പോൾ നായരും ഭാര്യയും മുഖം നോക്കി വിഷാദത്തോടെ ഇരുന്നു. അല്പസമയം കഴിഞ്ഞ് ഈ കാഴ്ചയും കണ്ടുകൊണ്ട് കൊച്ചിനെ അങ്ങോട്ട് കയറിയിരുന്നു. ഇന്നെന്താ രണ്ടുപേരും വിഷാദിച്ചിരിക്കുന്ന? കൊച്ചിനയുടെ ചോദ്യം കേട്ട നായരുടെ ഭാര്യ നടന്ന സംഗതികൾ ഒന്നൊഴിയാതെ കൊച്ചിനോട് പറഞ്ഞു. ഈ സംഗതി അറിയരുതെന്നാണ് കരുതിയിരുന്ന നായർക്ക് തൻ്റെ ഭാര്യയുടെ സംസാരം തീരെ രസിച്ചില്ല. വിവരമൊക്കെ അറിയിച്ച കൊച്ചുണ്ണി നായരെ നോക്കി പറഞ്ഞു, ഘട്ടം, ഇത് വലിയ കുറച്ചിലായി. പുര എങ്ങനെ പണിതാലും കൊണ്ടുപോകുന്നവൻ കൊണ്ടുപോകുക തന്നെ ചെയ്യും എന്നിപ്പോൾ മനസ്സിലായില്ലേ? കൊച്ചുണ്ണിക്ക് വല്ലതും വേണമെങ്കിൽ കൊച്ചുണ്ണി വീട് പൊളിച്ച് അകത്ത് കിടക്കുകയൊന്നും വേണ്ട. കൊച്ചുണ്ണി പുറത്തു നിന്നാലും അകത്തുള്ള സാധനം പുറത്തു വരും. ഇതാ കൃഷ്ണപിള്ളയുടെ പണ്ടങ്ങൾ, എല്ലാം ഇല്ലേ എന്ന് നോക്കിക്കോളൂ. ഇത് കൊണ്ട് ചെന്ന് കൊടുത്ത് നിങ്ങളുടെ രൂപയും പ്രമാണവും മടക്കി വാങ്ങുക. എനിക്കിതിലൊന്നും വേണ്ട. ഇനിയെങ്കിലും കൊച്ചുണ്ണിയോട് ഊറ്റം പറയാതിരിക്കുക. ഇത്രയും പറഞ്ഞ് പണ്ടങ്ങൾ നായർക്ക് കൊടുത്ത് കൊച്ചുണ്ണി ഇറങ്ങി നടന്നു. നായർക്ക് പണ്ടങ്ങൾ തിരികെ കിട്ടിയ സന്തോഷവും അതേസമയം കൊച്ചുണ്ണിയുടെ വാക്കുകളിൽ ലജ്ജയും തോന്നി. കൊച്ചുണ്ണി ആൾമാറാട്ടവും നടത്തുമെന്ന് ഈ സംഭവത്തിലൂടെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. അതോടുകൂടി അവർക്ക് കൊച്ചുണ്ണിയോടുള്ള ഭയം പതിമടങ്ങായി. നോക്കൂ കൊച്ചുണ്ണിയുടെ മനസ്ഥിതി. തനിക്ക് 100 രൂപ തന്ന് സഹായിച്ച നായരെ ഉപദ്രവിക്കുന്നത് കൊച്ചുണ്ണിക്ക് സമ്മതമല്ല. അഹങ്കാരം ചമിപ്പിക്കാൻ ഒരടവ് പ്രയോഗിച്ചു എന്ന് മാത്രം. മറ്റൊരു സംഭവം നോക്കൂ. കാർത്തികപ്പള്ളിക്കടുത്ത് കാലക്ഷേപത്തിന് പോലും ഗതിയില്ലാത്ത ക്രിസ്ത്യൻ സമൂഹത്തിൽപ്പെട്ട ഒരു മാപ്പിള താമസിച്ചിരുന്നു. വല്ലവരോടും കടമായ നാളികേരം വാങ്ങി വെട്ടി കൊപ്രയാക്കി ആലപ്പുഴയിൽ കൊണ്ടു വിറ്റ് തിരികെ വന്ന് അതിൽ നിന്നും താൻ വാങ്ങിയ നാളികേരത്തിന് വില കൊടുത്ത് മിച്ചം വരുന്ന പണം കൊണ്ടാണ് ആ പാവം മാപ്പിളയും ഭാര്യയും 5 പിള്ളേരും അയാളുടെ വൃദ്ധമാതാവും അടങ്ങുന്ന ഒരു കുടുംബം കട്ടുമുട്ടി ജീവിച്ചു വന്നത്. തികച്ചും സത്യമായ ആ സാധുവിന് കടമായ നാളികേരം കൊടുക്കുന്നതിന് ആർക്കും ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസം അയാൾ 4-5 പേരോടായി 1000-ഉം 500-ഉം വീതം നാളികേരം കടം വാങ്ങി വെട്ടി ഉണക്കി കൊപ്ര ആലപ്പുഴയിൽ ചെന്ന് വിറ്റ് വരികയായിരുന്നു. ഏകനായി വരുന്ന അയാൾ കാർത്തികപ്പള്ളിയിൽ എത്തിയപ്പോൾ നല്ല ഇരുട്ടായിരുന്നു. കൊപ്ര വിറ്റ് കിട്ടിയ കാശ് മടിയിൽ വെച്ച് ഇരുട്ടത്ത് നടന്നു പോകുന്ന ആ പാവത്തിനെ വഴിയിൽ കൊച്ചുണ്ണി നിൽപ്പുണ്ടായിരുന്നു. രാത്രി ആയിരുന്നതിനാൽ ദൂരെ വെച്ച് കാണുന്നതിനോ കണ്ടാൽ തന്നെ ആളറിയുന്നതിനോ അയാൾക്ക് കഴിഞ്ഞിരുന്നില്ല. കണ്ടാൽ വഴിമാറി പോകാമായിരുന്നു. പക്ഷേ എന്തു ചെയ്യാം? പരസ്പരം പരിചിതരായിരുന്നെങ്കിൽ നിലാവിൻ്റെ വെളിച്ചം അല്പം ഉള്ളതുകൊണ്ടും അടുത്തെത്തിയപ്പോൾ ഇരുവരും തമ്മിൽ അറിഞ്ഞു. ഭയവും അതിലേറെ വ്യസനവും കൊണ്ട് നിൽക്കുന്ന മാപ്പിളയോട് കൊച്ചുണ്ണി ചോദിച്ചു, താനിപ്പോൾ എവിടെ പോയിട്ട് വരുന്നു? ആലപ്പുഴ. കൊപ്ര കൊടുത്തിട്ടാണോ? അതെ. തൻ്റെ കയ്യിൽ പണം എത്രയുണ്ട്? കാണട്ടെ. മാപ്പിള എന്ന മിണ്ടിയില്ല. വിഷണനായി നിൽക്കുന്ന അയാളോട് കൊച്ചുണ്ണി തുറന്നു. മടിക്കാതെ തരുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അറിയാമല്ലോ കൊച്ചുണ്ണിയുടെ സ്വഭാവം. മാപ്പിള വേഗം മടിശീല എടുത്ത് കൊച്ചുണ്ണിയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് പറഞ്ഞു, 250 ഉണ്ട്, എത്രയെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് കൊച്ചുണ്ണി മടിശീലയും കൊണ്ട് നടന്നു. ഘട്ടം, ആ സാധുവിന്റെ സ്ഥിതി എന്ന് പറയാൻ. തികച്ചും ജീവച്ഛവമായി വീട്ടിലെത്തിയ അയാൾ ഭാര്യയോട് വിവരങ്ങളെല്ലാം പറഞ്ഞു. പണം പോയതിനാലും ജീവനാപത്തൊന്നും പറ്റിയില്ലല്ലോ എന്നോർത്ത് അവർ സമാധാനിച്ചു. കടം വാങ്ങിയ നാളികേരത്തിന് പണം കൊടുക്കാൻ കഴിഞ്ഞില്ലേ? നേരും നെറിയുമില്ലാത്തവരായി തങ്ങളെന്ന് പറയിപ്പില്ലേ? വിശപ്പെടുക്കാൻ പറ്റിയില്ലെങ്കിലും താരമില്ല എന്ന് പറഞ്ഞ വാക്കുപാലിക്കണം. കൊടുക്കാനുള്ളവർക്ക് കൃത്യസമയത്ത് തന്നെ പണം കൊടുക്കണമെന്ന് ചിന്തിച്ച ആ പാവങ്ങൾക്ക് ആകെ കൂടിയുണ്ടായിരുന്ന സമ്പാദ്യമായ കൊച്ചു പുരയുടെ പണയപ്പെടുത്തി നാളികേരത്തിന്റെ പണം നൽകുകയായി. വീണ്ടും നാളികേരം കടം വാങ്ങി കച്ചവടം തുടർന്നു. ഉദ്ദേശം 10-20 ദിവസം കഴിഞ്ഞ് ഒരു ദിവസം സന്ധ്യയ്ക്ക് മാപ്പിള വീട്ടിന് ഇറയത്ത് ദുഃഖിച്ചിരിക്കുന്ന അവസരത്തിൽ കൊച്ചുണ്ണി കയറി വരുന്നത് കണ്ട് അയാൾ ആകെ പരിഭ്രമിച്ചു നിലവിളിച്ചു. അതുകൊണ്ട് കൊച്ചുണ്ണി അയാളോട് പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ തന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല.
ഇന്നാൾ ഒരു ദിവസം തന്നോട് വാങ്ങിയ പണം തിരികെ തരാണ് ഞാൻ വന്നത്. ദരിദ്രനായ തന്റെ പണം അപഹരിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടില്ല. അന്ന് എനിക്ക് കുറച്ച് പണത്തിന് അത്യാവശ്യമുണ്ടായിരുന്നു. ഒരു മാർഗവും കാണാത്തതിനാണ് ഞാൻ പണം വാങ്ങിയത്. ഇന്നലെ തന്നെ കുറച്ച് പണം കിട്ടി. അപ്പോൾ തന്നെ പണം തിരികെ തരാൻ ഇരുന്നതാണ്. തിരികെ തരാതിരുന്നാൽ അത് ശരിയില്ല എന്ന് കൂടി കരുതിയാണ് കൊണ്ടുവന്നതാണ്. ഇതാ പണം സ്വല്പം കൂടുതലുണ്ട് എന്ന് പറഞ്ഞ് പണസഞ്ചി മാപ്പിളയുടെ കയ്യിൽ കൊടുത്തിട്ട് കൊച്ചിനെ നടന്നു. കൊച്ചിനെ പോയ ഉടൻ മാപ്പിള സഞ്ചി തുറന്ന് എണ്ണിയപ്പോൾ 500 പണം. ആ പാവത്തിന് എന്തുമാത്രം സന്തോഷമായിരുന്നു. പിറ്റേ ദിവസം തന്നെ അയാൾ 500 പണത്തിനും നാളികേരം വാങ്ങി കൊപ്രയാക്കി കച്ചവടം ചെയ്തു. അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ അയാൾ പണയത്തിലായ പുരയിടം തിരിച്ചെടുക്കാനും കച്ചവടത്തിന് കുറേ മെച്ചം വരുത്താനും കഴിഞ്ഞു. കൊച്ചിനയുടെ സഹായം കൊണ്ട് പട്ടിണി തീർത്ത എത്രയോ കുടുംബങ്ങൾ കായംകുളം പരിസരത്തുണ്ട്. ഇപ്പോഴും ആ തലമുറ ആ പഴയ ചരിത്രം ഓർക്കുന്നതിനോടൊപ്പം കൊച്ചിനയുടെ സഹായം നന്ദിയോടെ സ്മരിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരിക്കലും കൊള്ളയടിച്ച് ധനവാനാകണമെന്ന മോഹം കൊച്ചിനിക്കുണ്ടായിരുന്നില്ല. അന്നത്തോളം കഴിഞ്ഞ് സുഖമായി കൂട്ടണമെന്ന് മാത്രമേ അയാൾക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ കൊച്ചിനിയുടെ കൂട്ടുകാർ അങ്ങനെയായിരുന്നില്ല. കൊച്ചിനിയുടെ സഹകരണം നിമിത്തം അവരെല്ലാം ധനികരായി തീർന്നു. കൊച്ചുണ്ണി ആണ് കൊള്ളയടിച്ച് കിട്ടുന്നത് അധിക ഭാഗവും നാട്ടുകാരായ പാവങ്ങളെ സഹായിക്കാൻ ഉപയോഗിച്ചു. തൻ്റെ ജാതിയിലുള്ളവരെ മാത്രം സഹായിക്കുന്നതിന് മാത്രം നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നില്ല. ബ്രാഹ്മണനായാലും ശുദ്രനായാലും ക്രിസ്ത്യാനിയായാലും ആശ്രയിച്ചവരെ ഒരിക്കലും അവൻ കൈവിട്ടിരുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ കൊച്ചുണ്ണി മൂലം അക്കാലത്ത് സമ്പന്നനായി തീർന്നിട്ടുള്ള ദരിദ്രമായി തീർന്നിട്ടുള്ള സമ്പന്നർക്കും കണക്കില്ല. അവിചാരിതമായിട്ടാണെങ്കിലും തൻ്റെ 22ാമത്തെ വയസ്സിൽ കൊച്ചുണ്ണി ഒരു കൊലയാളിയുമായി കായംകുളത്ത് തന്നോടൊപ്പമുള്ള ശൂദ്രശ്രീയുമായ കൊച്ചുണ്ണിക്ക് അടുപ്പമുണ്ടായിരുന്നു. അത് മനസ്സിലാക്കിയ കൊച്ചുണ്ണിയുടെ ഭാര്യാപിതാവ് കൊച്ചിനെ കുറെ ശാസിച്ചു. ദേഷ്യം വന്ന കൊച്ചിനെ ഒരു കുറുവടി എടുത്ത് വൃദ്ധയുടെ തലക്കറ്റടി. ആ പാവം സ്ത്രീയുടെ കഥ കഴിഞ്ഞു. തനിക്ക് പറ്റിയ കൈപ്പഴമാണെങ്കിലും കൊലപാതകമുണ്ട്. ഈ വിവരം നാട്ടുകാർ അറിയാതിരിക്കാൻ ശ്രമത്തിലെ കൊച്ചുണ്ണി അതുകൊണ്ട് തന്നെ രാത്രി രാജ്യമാനം രാമ അറിയാതെ ഒരു വൃദ്ധയുടെ ശവശരീരം ഒരു പായിൽ പൊതിഞ്ഞു കെട്ടി വലിയ കല്ലും കെട്ടി കായംകുളം കായൽ തകർത്തി. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ വാർത്ത നാട്ടിലുടനീളം പാട്ടായി. ഒടുക്കം തഹസീൽദാരുടെ ചെവിയിലുമെത്തി. മജിസ്ട്രേറ്റിന്റെ അധികാരങ്ങൾ ഉണ്ടായിരുന്ന തഹസീൽദാർ ഉടൻ തന്നെ കൊച്ചുണ്ണിയെ പിടിക്കാൻ പോലീസുകാർക്ക് ഉത്തരവ് കൊടുത്തു. കൊച്ചുണ്ണിയെ പിടിക്കുന്നതിന് അത്ര എളുപ്പമായിരുന്നില്ല എന്ന് അറിയാവുന്ന പോലീസുകാർ ഏതായാലും മുറയ്ക്ക് അന്വേഷണം തുടങ്ങി. വലിയ അഭ്യാസിയായ കൊച്ചുണ്ണിയെ ഒരു 10-12 പേർ വിചാരിക്കുന്നിടത്തൊന്നും പിടിക്കാനാവുമായിരുന്നില്ല. മാത്രമല്ല അവൻ്റെ കയ്യിൽ കടാര പോലുള്ള ഒരു ആയുധം എപ്പോഴും കൂട്ടുന്നുണ്ട്. എന്നിരുന്നാലും പോലീസുകാർ തന്നെ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി കൊച്ചുണ്ണി ഒളിവും കരുതലോടും കൂടി മാത്രം നടന്നിരുന്നു. ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് കൊച്ചുണ്ണി പിടിച്ചുവരി മോഷണം ഇവ കൃത്യമായി തന്നെ കൊച്ചുണ്ണി നടത്തിയിരുന്നു. ആയിടയ്ക്കാണ് കായംകുളം കൊച്ചുണ്ണി എന്ന പ്രസിദ്ധമായ പേര് നാടൊക്കെ പരക്കുന്നത്. കൊലക്കുറ്റം ചെയ്ത് 10 വർഷങ്ങൾ പിന്നിട്ടിരുന്നു. നാൾക്കുനാൾ കൊച്ചുണ്ണിയുടെ അക്രമങ്ങൾ വർദ്ധിച്ചു വന്നു. പ്രതിമുട്ടിയ സർക്കാർ ആ വർഷം കാർത്തികപ്പള്ളി തഹസീൽദാരുടെ പേർക്ക് ഒരു ഉത്തരവ് അയച്ചു. ഉത്തരവ് എന്നല്ല, യഥാർത്ഥത്തിൽ അതൊരു ഭീഷണിയായിരുന്നു. ഈ ഉത്തരവ് കിട്ടി ഒരാഴ്ചക്കുള്ളിൽ കൊച്ചുണ്ണിയെ പിടിച്ച് ജയിലിലടയ്ക്കാത്ത പക്ഷം തഹസീൽദാരെ ആ സ്ഥാനത്ത് നിന്ന് പിരിച്ചുവിടുമെന്നായിരുന്നു സർക്കാരിന്റെ ഭീഷണി. ഉദ്യോഗം പോകുന്നതിനുള്ള കാര്യമല്ലേ, അതുകൊണ്ട് തന്നെ ഏത് വിധേയനും കൊച്ചുണ്ണിയെ ഇരുമ്പഴിക്കുള്ളിലാക്കിയേ പറ്റും. അതിനായി തഹസീൽദാർ ഒരു വക്രബുദ്ധി ഉപയോഗിച്ചു. കൊച്ചുണ്ണിയുമായുള്ള അടുപ്പമുള്ള ശുദ്രശ്രീയെ വിളിപ്പിച്ചു. നിന്നെക്കുറിച്ച് വളരെ നാളുകളായി കേൾക്കുന്നു. അന്ന് മുതൽ നേരി കാണണമെന്ന് മോഹിക്കുകയായിരുന്നു. എന്നെ അതിനുള്ള ഭാഗ്യം ലഭിച്ചുള്ളൂ. ഇങ്ങനെ അവളെ കുറെ പുകഴ്ത്തി പറഞ്ഞ തഹസീൽദാർ അവളുടെ അടുത്ത് കൊച്ചുണ്ണിയുടെ വരവിനെ കുറിച്ചെല്ലാം ചോദിച്ചു മനസ്സിലാക്കിയ ശേഷം നിന്നെ എൻ്റെ ഭാര്യയായി സ്വീകരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അധികം വൈകാതെ വിവാഹം നടത്തണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരു കാര്യം മുൻകൂട്ടി പറയാം, കൊച്ചുണ്ണിയുമായുള്ള നിന്റെ അടുപ്പം വേണ്ടെന്ന് നീ വെക്കണം. തഹസീൽദാരുമായുള്ള സംബന്ധമോ അവൾക്ക് ഒരു സ്വപ്നം പോലെയാണ് തോന്നിയത്. ഒരു കള്ളനായ മുസൽമാനുമായ അടുപ്പത്തേക്കാൾ എന്തുകൊണ്ടും നല്ലതല്ലേ ഒരു തഹസീൽദാരുമായുള്ള ഭാര്യ ആവുക. ആ സ്ത്രീയുടെ തൻ്റെ വരുതിക്ക് വന്നെന്ന് മനസ്സിലാക്കിയ തഹസീൽദാർ എത്രയും കൂട്ടിച്ചേർത്തു. എന്നാൽ ഇന്ന് രാത്രി കൊച്ചിന് വരുമ്പോൾ നീ ഈ മരുന്നിട്ട് കുറേ പാൽ കാച്ചി അവന് കൊടുക്കണം എന്ന് പറഞ്ഞ് അവളുടെ കയ്യിൽ ഒരു മയക്കുമരുന്ന് കൊടുത്ത് ആരും അറിയാതെ അവളെ ഗൃഹത്തിലെത്തിച്ചു. നേരം പാതിരാവായപ്പോൾ കൊച്ചുണ്ണി അവളുടെ ഗൃഹത്തിലെത്തി. കയ്യും കാലും മുഖം കഴുകി തൻ്റെ അടുക്കൽ വന്ന കൊച്ചുണ്ണിക്ക് അവൾ മയക്കുമരുന്നിട്ട് കാച്ചിയ പാൽ കൊടുത്തു. നിത്യേനെ അവളുടെ ഗൃഹത്തിൽ നിന്നും കാച്ചിയ പാൽ കുടിക്കുന്ന സ്വഭാവം ഉള്ളതുകൊണ്ട് അവൻ യാതൊരു സംശയം കൂടാതെ അവൾ നീട്ടിയ പാൽ വാങ്ങിച്ചുടിച്ചു. കുടിച്ചുടനെ തന്നെ വെട്ടി ഇട്ട വാഴ പോലെ കണക്കെ ബോധരഹിതനായി നിലംപതിക്കുകയും ചെയ്തു. തഹസീൽദാർ മുൻകൂട്ടി ചട്ടം കെട്ടിയനുസരിച്ച് അവിടെ പതുങ്ങിയിരുന്ന പോലീസുകാർ ബോധരഹിതനായ കൊച്ചുണ്ണിയുടെ കയ്യിലും കാലിലും വിലങ്ങുകൾ വെച്ച് കാർത്തികപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. കൊച്ചുണ്ണിയെ തടവുകാരനാക്കിയ വാർത്ത അന്ന് തന്നെ തഹസീൽദാർ സർക്കാർ അടിയന്തരമായ സന്ദേശം അയച്ചു. പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ കൊച്ചുണ്ണിക്ക് നേരം വെളുത്തപ്പോഴേക്കും ബോധം തിരിച്ചു കിട്ടി. അപ്പോഴാണ് താൻ ബന്ധനത്തിലാണെന്നുള്ള വസ്തുത കൊച്ചുണ്ണി അറിഞ്ഞത്. ആശുപത്രി നടത്തിയ വിശ്വാസവഞ്ചനയാണെന്നും തന്നെ ബന്ധനത്തിലാക്കിയെന്നും സത്യം കൊച്ചുണ്ണിക്ക് ഊഹിച്ചെടുക്കാൻ അധിക സമയമൊന്നും വേണ്ടി വന്നില്ല.
അന്ന് രാത്രി ആവുന്നവരെ അവൻ തടവിൽ അനങ്ങാതെ കിടന്നു. രാത്രി കുറെ പിന്നിട്ടപ്പോൾ ശക്തനായ കൊച്ചുണ്ണി വിലങ്ങുകൾ പൊട്ടിച്ച് തടവ് ചാടി. തൻ്റെ സന്തത സഹചാരിയായ ആയുധം ശൂദ്രശ്രീയുടെ വീട്ടിൽ വെച്ചതിനാൽ അത് എടുക്കാനുള്ള ധാരണയിൽ അങ്ങോട്ടാണ് കൊച്ചുണ്ണി ആദ്യം ചെന്നത്. തടവുകാരനായ കൊച്ചുണ്ണിന് ഒരിക്കലും തിരിച്ചു വരികയില്ലെന്നും അവൻ്റെ കുറ്റങ്ങൾ അവനെ തൂക്കിക്കൊല്ലുകയോ നാടുകടത്തുകയോ ചെയ്യുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ള ശ്രീധരൻ്റെ മറ്റൊരു പുരുഷനുമായി ശൂദ്രശ്രീ തലപിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് തൻ്റെ ആയുധവും അന്വേഷിച്ച് കൊച്ചുണ്ണി അവിടെ കയറി ചെന്നത്. കൊച്ചുണ്ണിയെ കണ്ട പാടെ അവർ ഇരുവരും പേടിച്ചു വരയ്ക്കാൻ തുടങ്ങി. അകത്ത് കയറിയ പാടെ കൊച്ചുണ്ണി കഷ്ണിന് താഴെ കിടന്നിരുന്ന തൻ്റെ ആയുധം കയ്യിലെടുത്തു. തന്നെ ചതിച്ച ദുഷ്ടശ്രീയുടെയും അടുത്തുണ്ടായിരുന്ന പുരുഷന്റെയും തലകൾ അരിഞ്ഞു വീഴ്ത്തി അവിടെ നിന്നും ഇറങ്ങി ഓടി. പോകുന്ന വഴിക്ക് കുളത്തിലിറങ്ങി സുഖമായി കുളിയും കഴിഞ്ഞ് കൊച്ചുണ്ണി സൗകര്യത്തിലേക്ക് ചെന്നു. തൻ്റെ ഭർത്താവിനെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോയെന്ന വാർത്ത അറിഞ്ഞ കൊച്ചുണ്ണിയുടെ ഭാര്യ ദുഃഖിച്ച് ജലപാനം പോലും കഴിക്കാതിരുന്ന സന്ദർഭത്തിലാണ് കൊച്ചുണ്ണി അവിടെ എത്തുന്നത്. വാതിലിൽ പലവരും മുട്ടിയെങ്കിലും ആളുകളുടെ ശബ്ദം തൻ്റെ ഭർത്താവിൻ്റെ പോലെ ഉണ്ടെങ്കിലും അത് കൊച്ചുണ്ണി തന്നെയാണോ എന്ന് നിശ്ചയമില്ലാത്തതിനാൽ അവൾ വാതിൽ തുറക്കുകയുണ്ടായില്ല. ഒടുവിൽ കൊച്ചുണ്ണി അവളോട് സംശയിക്കണമെന്നും ഞാൻ തന്നെയാണെന്ന് സ്പഷ്ടമായി പറഞ്ഞപ്പോൾ മാത്രമാണ് അവൾ വാതിൽ തുറന്നത്. കൊച്ചുണ്ണിയുടെ തടവിലായ വാർത്ത അറിഞ്ഞപ്പോൾ ജലപാനം പോലും കഴിക്കാതിരുന്ന അവൾ കൊച്ചുണ്ണിയെ കണ്ട സന്തോഷത്തിൽ വേഗം അരി വെച്ച് രണ്ടുപേരും അത്താഴമുണ്ടു. അന്യ സ്ത്രീകളുടെ ദുഷ്ടതയെക്കുറിച്ചും സ്വന്തം ഭാര്യയുടെ മനോഗുണത്തെക്കുറിച്ചും കൊച്ചുണ്ണി അപ്പോൾ മാത്രമാണ് മനസ്സിലാക്കിയത്. അതോടുകൂടി അന്യ സ്ത്രീകളുമായിട്ടുള്ള സംസർഗം ഉപേക്ഷിക്കാൻ അവൻ തീരുമാനിച്ചു. നേരം വെളുത്തതോടെ തന്നെ കൊച്ചുണ്ണി തടവ് ചാടിയ വാർത്ത എല്ലായിടത്തും എത്തി. തഹസീൽദാർ കോപം കൊണ്ടും ദുഃഖം കൊണ്ടും ക്ഷീണിതനായി ഇരിക്കുമ്പോഴാണ് മറ്റൊരു വാർത്ത കൂടി അറിയുന്നത്. അദ്ദേഹത്തിന്റെ ചെവിയിലെത്തി താൻ വശത്താക്കിയ ശൂദ്രശ്രീയുടെയും അവളുടെ രഹസ്യകാമുകന്റെയും വാദം. അതുകൂടി കേട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പരിഭവം പതിമടങ്ങായി. വധിക്കപ്പെട്ടത് കൊച്ചുണ്ണിയുടെ തടവിലാക്കാൻ സഹായിച്ചവരാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവരെ കൊന്നത് കൊച്ചുണ്ണി തന്നെ എന്ന നിഗമനത്തിൽ എത്തിച്ചേർന്ന അദ്ദേഹം എന്ത് വിരുകൊടുത്തും കൊച്ചുണ്ണിയെ വീണ്ടും തെരുപിടിച്ച് തടവിലാക്കാനുള്ള ഉത്തരവ് പോലീസുകാർക്ക് കൊടുത്തു. പോലീസുകാർ സഹായത്തിന് ധാരാളം ആളുകൾക്ക് മുൻകൂട്ടി കൊച്ചുണ്ണിയെ പിടിക്കാൻ നാല് വഴിക്കും നട്ടോടം ആരംഭിച്ചു. പക്ഷേ ഒളിവിൽ താമസിച്ചുകൊണ്ടും കൊച്ചുണ്ണിയുടെ കൂട്ടരും അക്രമങ്ങൾക്കും പൊള്ളയ്ക്കും പതിവ് പോലെ തന്നെ നടത്തിയതിനാൽ കൊച്ചുണ്ണിയും കൂട്ടരും സ്ഥലം വിട്ടില്ലെന്ന് മാത്രം അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൊച്ചുണ്ണിയെ അകത്താക്കാൻ ദിനം പ്രതി ഉത്തരവുകൾ വന്നുകൊണ്ടേയിരുന്നതിനാൽ അടിസ്ഥാനത്തിൽ പോലീസുകാരുടെ അന്വേഷണം മുറയ്ക്ക് നടക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും കൊച്ചുണ്ണിയുടെ അക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. കൊച്ചുണ്ണിയുടെയും കൂട്ടരുടെയും ഉപദ്രവങ്ങൾ കൊണ്ട് യാത്രയ്ക്ക് വഴി നടക്കാൻ പറ്റാതായി. എപ്പോൾ എവിടെ വെച്ചാണ് അക്രമം ഉണ്ടാവുക എന്ന് പറയാൻ പറ്റിയതില്ല. ചിലപ്പോൾ കരയിൽ വെച്ചാവാം, അല്ലെങ്കിൽ കായലിൽ വെച്ചാവാം. പക്ഷേ അവരുടെ ഉപദ്രവങ്ങൾ ഏറിയ പങ്കും രാത്രികാലങ്ങളിലായിരുന്നു എന്ന് മാത്രം അറിയാം. ഒളിവിൽ കഴിയുന്ന കാലത്തും കൊച്ചുണ്ണി മിക്ക ദിവസങ്ങളും തൻ്റെ ഗൃഹത്തിൽ ചെല്ലാറുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് കൊച്ചുണ്ണിക്ക് 3 പുത്രന്മാരും ഒരു പുത്രിയും ജനിക്കുന്നത്. അങ്ങനെ 18 വർഷത്തെ പിടികിട്ടാപ്പുള്ളിയായി അദ്ദേഹം ഒളിവിൽ താമസിച്ചിരുന്ന കൊച്ചുണ്ണിയെ അയാളുടെ കൂട്ടുകാർ അവസാനം ഒറ്റക്കൊടുത്തു. മയക്കുമരുന്നിട്ട് ലഹരി പദാർത്ഥം നൽകി അവർ കൊച്ചുണ്ണിയെ മയക്കിയാണ് ഈ തവണ തടവിലാക്കിയത്. ആ സമയം കൊച്ചുണ്ണിക്ക് 40 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. അന്നത്തെ ദിവാൻ കൊച്ചുണ്ണിയെ സെൻട്രൽ ജയിലിൽ സൂക്ഷിക്കുന്നതിനുള്ള വേണ്ട ഉത്തരവ് കൊടുക്കുകയും അയാളുടെ പേരിലുള്ള കേസുകൾ എല്ലാം മുറയ്ക്ക് വിസ്തരിക്കുകയും വിധി കൽപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. കൂട്ടുകാർ ചതിച്ച് കൊച്ചുണ്ണിയെ തടവിലാക്കിയെങ്കിലും കൊച്ചുണ്ണിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. കേവലം 91 ദിവസം മാത്രമാണ് തടവിൽ കിടന്നത്. 41-ാം വയസ്സിൽ തൻ്റെ കുറ്റകൃത്യങ്ങൾക്കെല്ലാം വിധി കൽപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പരലോകം പ്രാപിച്ചു. ഒരുപക്ഷെ അയാൾ സഹായിച്ച മനുഷ്യരുടെ ഉള്ളു തുറന്നുള്ള പ്രാർത്ഥന കൊണ്ടാവാം തൻ്റെ കൃത്യങ്ങൾക്കുള്ള ശിക്ഷ കൊച്ചുണ്ണി അനുഭവിക്കാതിരുന്നത്.